ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി 17-ാം അധ്യായം 27-ാം വാക്യം. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടൽ ഇട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക. അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രമപ്പണം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. ദേവാലയത്തിൻ്റെ അധികാരിയായ ദൈവപുത്രന് കരം കൊടുക്കുവാനുള്ള ബാധ്യതയില്ലായിരുന്നു. എങ്കിലും ഇടർച്ച ഒഴിവാക്കുവാൻ വേണ്ടി കരം കൊടുക്കുവാൻ യേശു പത്രോസിനോട് പറഞ്ഞു. ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒഴിവാക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട അനേകം സമീപനങ്ങൾ തിരുവചനത്തിൽ നിന്ന് വായിച്ചെടുക്കുവാൻ കഴിയും. അതൊക്കെ ത്യാഗത്തിൻ്റെയും സറണ്ടറിൻ്റെയും സമീപനങ്ങളാണ്. സമാധാനമുണ്ടാക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണ് ക്രിസ്ത്യാനികൾ. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യമുള്ളവരാണ്, കാരണം അവർ ദൈവത്തിൻ്റെ മക്കളാണ്. ക്രിസ്ത്യാനികൾ സമാധാനമുണ്ടാക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നവരും ആയിരിക്കണം. പ്രതിസന്ധി പരിഹരിക്കുവാൻ ദൈവമക്കൾ എപ്പോഴും മുൻകൈയെടുക്കേണ്ടവരാണ്. കുടുംബ ദാമ്പത്യ ബന്ധത്തിലും സഭയിലും രാഷ്ട്രീയത്തിലും സാമൂഹ്യ ജീവിതത്തിലും പ്രതിസന്ധികൾ ആരംഭിക്കുമ്പോൾ തന്നെ പ്രശ്നമൊഴിവാക്കുവാനുള്ള സമീപനങ്ങളുമായി ദൈവമക്കൾ മുൻനിരയിൽ വരണം. സമാധാനം തകർക്കുന്നവരുടെ ദുരുപദേശത്തിനും ഗൂഢാലോചനയ്ക്കും ഒരിക്കലും ചെവി കൊടുക്കരുത്. സ്വന്തം മനസ്സ് പറയുന്ന സംശയങ്ങൾക്കും ഭയത്തിനും സങ്കുചിത ചിന്തകൾക്കും കീഴടങ്ങരുത്. പ്രശ്നവും പ്രകോപനവും ഉണ്ടാക്കിയത് ആരുമായിക്കൊള്ളട്ടെ, അത് നമുക്കുണ്ടാക്കിയ നഷ്ടവും മുറിവും അപമാനവും എത്രയൊക്കെയും ആകട്ടെ, നമ്മൾ സമാധാനമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി തീരുകയാണ്. അതിൽ പരം ഭാഗ്യമെന്തുണ്ട്? സമാധാനമുണ്ടാക്കുവാൻ സ്വീകരിക്കേണ്ട ചില വഴികളെപ്പറ്റി തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്, പ്രശ്നത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അത് പരിഹരിക്കുവാനുള്ള പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ തീർച്ചയായും ഇടർച്ചകൾ ഒഴിവാക്കുവാൻ സഹായിക്കും. ഇത് നമ്മുടെ കർത്താവിൻ്റെ മാർഗനിർദ്ദേശമാണ്. മത്തായി 18-ാം അധ്യായം 15-ാം വാക്യം. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. 2, വിയോജിപ്പുകളേക്കാൾ പ്രധാനമാണ് ബന്ധം എന്ന കാഴ്ചപ്പാടോടുകൂടി വേണം സംസാരിച്ചു തുടങ്ങാൻ. നമ്മുടെ മുറിവുകളും അപമാനങ്ങളും വലുതായി കണ്ടാൽ അനുരഞ്ജനം സാധ്യമല്ലാതെ വരും. മുറിവുകൾ കർത്താവിൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ച് അനുരഞ്ജനത്തിൻ്റെ വഴിയെ നടക്കുവാൻ തയ്യാറാകണം. മുറിവേറ്റവരും മുറിവേൽപ്പിച്ചവരും തമ്മിൽ അനുരഞ്ജന സംഭാഷണം നടത്തുമ്പോൾ അതെങ്ങനെയായിരിക്കണമെന്ന പൗലോസ് അപ്പോസ്തലന്റെ മാർഗനിർദ്ദേശം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും
സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. 3. അനുരഞ്ജന സംഭാഷണം ആരംഭിക്കുമ്പോൾ മറ്റേയാൾ പ്രശ്നങ്ങളെ എങ്ങനെ കാണുന്നു എന്നറിയാൻ അയാൾ പറയുന്നത് ശ്രദ്ധയോടെ ക്ഷമയോടെ കേൾക്കണം. ഒരുപക്ഷേ എതിരാളി പറയുന്നത് പരിഭവവും പരാതിയും കളവും കുറ്റപ്പെടുത്തലുമൊക്കെ ആയിരിക്കാം. അത് അനുഭാവപൂർവം കേൾക്കുവാൻ തയ്യാറാകണം. തടസ്സപ്പെടുത്തരുത്. അനുരഞ്ജന ശ്രമത്തിൽ ഈ ഘട്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും വെല്ലുവിളി നിറഞ്ഞതും. ക്ഷമാപൂർവം കേൾക്കുന്നതിന്റെ മഹത്വം സദൃശവാക്യക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്. 18-ാം അധ്യായം. കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവന് അത് ഭോക്ഷത്വവും ലജ്ജയുമായിത്തീരുന്നു. 29-ാം അധ്യായം. വാതോരാതെ സംസാരിക്കുന്നവനെ നോക്കൂ, ഭോഷന് അവനേക്കാൾ ഏറെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. 4. പ്രശ്നത്തെപ്പറ്റിയുള്ള മറ്റേയാളുടെ കാഴ്ചപ്പാട് എതിർപ്പ് പ്രകടിപ്പിക്കാതെ അംഗീകരിക്കണം. അതിൽ ശരിയും തെറ്റും അതിശയോക്തിയുമൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിലും അതയാളുടെ കാഴ്ചപ്പാടുകളാണ്. വളരെ ക്ഷമയോടെ അത് കേട്ടതിന് ശേഷം നമുക്ക് പറയാനുള്ളത് കേൾക്കുവാൻ തയ്യാറാകണമെന്ന് സ്നേഹപൂർവം ആവശ്യപ്പെടണം. വൈകാരിക പക്വതയില്ലാത്ത മുൻകോപികളുമായി സംസാരിക്കുമ്പോൾ ആരോഗ്യകരമായ പ്രതികരണ രീതികൾ എങ്ങനെയായിരിക്കണമെന്ന് യാക്കോബ് ശ്ലീഹായുടെ ഉപദേശം മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. 1-ാം അധ്യായം. എന്റെ പ്രിയ സഹോദരരെ, ഓർമ്മിക്കുവിൻ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം. മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. 5. പ്രശ്നത്തെപ്പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് വളരെ വിനയപൂർവം അറിയിക്കണം. കുറ്റപ്പെടുത്തലും പരിഭവവും പരിഹാസവുമില്ലാതെ ആയിരിക്കണം നമ്മുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത്. അത് ഒരുപക്ഷെ അവർക്ക് പുതിയ അറിവായിരിക്കും. അവരുടെ തെറ്റിദ്ധാരണ നീക്കുവാനും വിദ്വേഷത്തിന്റെ ഗ്രാവിറ്റി കുറയ്ക്കുവാനും അത് സഹായിച്ചേക്കാം. 6. പ്രശ്നത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള സമീപനത്തിൽ തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാൻ തയ്യാറാകണം. മറ്റേയാൾ ക്ഷമ ചോദിക്കാൻ കാത്തിരിക്കാതെ നമ്മൾ മാപ്പ് ചോദിക്കുന്നതും മാപ്പ് കൊടുക്കുന്നതും എതിരാളിയിൽ വലിയ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇത് ബന്ധങ്ങൾക്കിടയിലെ പിരിമുറുക്കം ലഘൂകരിക്കാൻ സഹായകമാകും. ക്രിസ്തീയ മനസാക്ഷിയുള്ള സാത്വികർക്ക് മാത്രമേ മാപ്പ് ചോദിക്കുവാൻ കഴിയൂ. ജഡീക മനുഷ്യരും മിഥ്യാഭിമാനക്കാരും മാപ്പ് ചോദിക്കുന്നതും മാപ്പ് കൊടുക്കുന്നതുമൊക്കെ ബലഹീനതകളായി കാണുന്നവരാണ്. മാപ്പ് കൊടുക്കുന്നതും ക്ഷമ ചോദിക്കുന്നതും ഒരിക്കലും പരാജയവും കീഴടങ്ങലുമല്ല. അത് വ്യക്തിത്വത്തിലെ ക്രിസ്തീയ സവിശേഷതയും ശ്രേഷ്ഠതയുമാണ്. മാപ്പ് ചോദിക്കുന്നവരും മാപ്പ് കൊടുക്കുന്നവരും ഒരിക്കലും പരാജയപ്പെടില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും 2 വശങ്ങളുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയ്ക്ക് മാപ്പ് ചോദിക്കുമ്പോൾ നമ്മൾ സമാധാനമുണ്ടാക്കുന്ന ദൈവത്തിന്റെ മക്കളായി തീരുകയാണ്. ഇതൊരു വലിയ അനുഗ്രഹവും ഭാഗ്യവുമാണ്.
പൗലോസ് നിർദ്ദേശിക്കുന്ന സമാധാനത്തിന്റെ വഴി ഇതാണ്. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. കൊലോസ്യലേഖനം 3-ാം അധ്യായം. 7. പ്രതിസന്ധികളുണ്ടാക്കിയ പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ പരസ്പരം ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ്. ഭിന്നിപ്പുണ്ടാക്കുവാൻ ഗോസിപ്പ് പറയുന്നവരുടെ കെണികളിൽ വീഴാതിരിക്കാനുള്ള മുൻകരുതൽ മുറിവേറ്റവർ ശ്രദ്ധിക്കണം. കലഹം ആസ്വദിക്കുന്ന ചിലരുണ്ട്. വംശീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ എരുതിയിൽ എണ്ണയൊഴിച്ച് തീ കെടാതിരിക്കാൻ ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ദുരാരോപണങ്ങളിൽ നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത്. അസത്യം പറയുന്നവരുടെ വായ് അടഞ്ഞു പോകുമെന്നാണ് തിരുവചനത്തിലെ ശക്തമായ മുന്നറിയിപ്പ്. ക്രൂശിലെ വേദനയേക്കാൾ കർത്താവിന് ഒരുപക്ഷെ അസഹ്യമായിരുന്നത് ശാസ്ത്രി പരീശ പുരോഹിതരും പടയാളികളും കള്ളസാക്ഷികളും പറഞ്ഞ ദുഷിയും നിന്ദയും പരിഹാസവുമായിരിക്കാം. നിരപരാധിയായി മുറിവേൽക്കപ്പെടുമ്പോൾ കർത്താവിന്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളിയാകുന്നതിൽ സന്തോഷിക്കണം. സ്വർഗത്തിലെ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. ആശ്വാസപ്രദനും അനുരഞ്ജനത്തിന്റെ ചാലകശക്തിയുമായ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനായി മുറിവേറ്റവർ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കണം. ലൂക്കോസ് 6-ാം അധ്യായം. എന്റെ വാക്ക് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട്ടത്തെ അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ടു പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. സമാധാനമുണ്ടാക്കുന്ന ദൈവമക്കളായി തീരുവാൻ ക്രിസ്തുവിന്റെ ഈ തിരുവചനം നമുക്ക് ആത്മീയ ഉൾക്കാഴ്ച നൽകട്ടെ. ശുഭാശംസകളോടെ എ. പി. ജോർജച്ചൻ.